സോ 20 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 60 മാർക്കുള്ള ഒരു കുട്ടിക്ക് പകരം ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 3 മാർക്ക് കൂടി പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20 ആണ്, ശരാശരിയിലെ വർധനവ് 3 മാർക്കാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20 ആണ്, ശരാശരിയിലെ വർധനവ് 3 മാർക്കാണ്. അപ്പോൾ അതിനെ 20നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 20നെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ശരാശരി വർധനവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 20 × 3 നമുക്ക് 60 എന്ന് കിട്ടും. പ്ലസ് 60 മാർക്കുള്ളൊരു കുട്ടിക്ക് പകരമാണ് വന്നത് ഒരു പുതിയ കുട്ടി. ആ 60 മാർക്കും കൂടി ആഡ് ചെയ്യുക. 60 + 60 120. എത്രയാണോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതിനെ ശരാശരിയിലെ വർധനവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയ കുട്ടിയുടെ മാർക്കിൽ ആരാണോ അതിന് പോയത് അതുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വർധനവാണെങ്കിൽ മാത്രം. ഇനി വർധനവല്ല കുറയാണ് ചെയ്തതെങ്കിൽ ആ മാർക്കിൽ നിന്ന് കുറക്കുകയാണ് വേണ്ടത്. അത് പ്രോബ്ലം താഴെ പറഞ്ഞിട്ടുണ്ട്. 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 55 കിലോ ഭാരമുള്ള ഒരു കുട്ടിക്ക് പകരം ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ശരാശരി 3 കിലോ കുറഞ്ഞു പുതുതായി വന്ന കുട്ടിയുടെ ഭാരം. അപ്പോൾ 30നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിൽ നിന്ന് പോയ കുട്ടിയുടെ ഭാരം 55 കുറച്ചു. അപ്പോൾ നമുക്ക് 45 എന്നാണ് കിട്ടുക കേട്ടോ. 35 35 എന്ന് കിട്ടി. 35 kg കിട്ടി. ഇതിനാണ് 2 പ്രോബ്ലം.